അപ്പോ ഇവിടെ ഞാൻ പ്രധാനമായിട്ട് വന്നത് ഇവിടെ കാന്തപുരത്തിന്റെ വെല്ലുവിളി സ്വീകരിക്കുന്നു എന്നുള്ള തലവാചകത്തിലാണ് ഞാൻ ആകൃഷ്ടനായി വന്നത്. അപ്പോൾ പ്രധാനമായിട്ടും കാന്തപുരം ഉസ്താദ് ഞാൻ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു പണ്ഡിതനാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് വളരെ കൃത്യമാണ്. അങ്ങനെ ഇസ്ലാമിൽ, ഖുർആാനിലോ ഹദീസിലോ എവിടെയും അമുസ്ലിങ്ങളെ എല്ലാം കൊന്നൊടുക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുകയുമില്ല. കാരണം ഇസ്ലാം സമാധാനത്തിന്റെ മതം തന്നെയാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ആ വിഷയത്തിൽ ഒരു ഡിബേറ്റ്, ഒരു വ്യവസ്ഥാപിതമായ ഒരു ഡിബേറ്റ് ശ്രീ സെബാസ്റ്റ്യൻ ബദറുമായിട്ട് നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായിട്ടൊരു കാര്യം പറയട്ടെ, സെബാസ്റ്റ്യൻ ബദറുമായിട്ട് ഞാൻ നടത്തുന്ന ഡിബേറ്റുകൾ ഒന്നും തന്നെ പരമത നിന്ദ നടത്തുവാനോ അതല്ലെങ്കിൽ മതവിദ്വേഷം ജനിപ്പിക്കാനോ ഒന്നുമല്ല, പരസ്പരം അറിയാനും അറിയിക്കാനും വേണ്ടി മാത്രമാണ് എന്ന് ഒരു ഡിസ്ക്ലെയിമർ ആദ്യമായി പറയുകയാണ്. കേൾക്കുന്നവരെല്ലാവരും അത് ശ്രദ്ധിക്കുക. നിഷാദ് ബ്രദർ താങ്കൾ സംസാരിക്കാനാണോ വന്നത് അതോ ഡിബേറ്റ് ബുക്ക് ചെയ്യാനാണോ വന്നത്? ഡിബേറ്റ് ബുക്ക് ചെയ്യാൻ തന്നെയാണ്. അതിനിടയ്ക്ക് ഒരു കാര്യം കൂടി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കും. കാരണം താങ്കൾ ഇവിടെ സൂചിപ്പിച്ച, കാരണം ഞാൻ ബുക്ക് ചെയ്യണം തീർച്ചയായിട്ടും. അതിനിടക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ബ്രദറെ, ഒരു ക്ലാരിറ്റി വേണം. അതായത് ഡിബേറ്റ് ബുക്ക് ചെയ്യണമെന്ന് ബ്രദറിന് താല്പര്യമുണ്ട്, പക്ഷേ ഇപ്പോ അതല്ല ചെയ്യാൻ പോകുന്നത്, ഇതിനെക്കുറിച്ച് സംസാരിക്കാനാണ് പോകുന്നത്. അങ്ങനെയാണല്ലോ സ്റ്റാൻഡ്? അതെ. ഇപ്പൊ താങ്കള് സെബാസ്റ്റ്യൻ ബ്രദർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി കാര്യങ്ങൾ. ഖുർആനിലെ ഒരുപാട് ആയത്തുകൾ, ഹദീസുകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് താങ്കൾ ഇവിടെ ആരോപണങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ട് അതിനെല്ലാം എവിഡൻസസ് വെച്ചുകൊണ്ട്, റെഫറൻസസ് വെച്ചുകൊണ്ട് തന്നെ എനിക്ക് മറുപടി പറയാൻ ആഗ്രഹമുണ്ട്. അതാകട്ടെ ഒരു വ്യവസ്ഥാപിതമായ ഡിബേറ്റിലൂടെയാണ് സാധ്യതമാവുക അത് പിന്നീടാവാം, അത് നമുക്ക് പിന്നീടാവാം. ഇവിടുത്തെ ചർച്ചയിൽ താങ്കൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ ഇല്ലയോ? ഉണ്ട്, താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഓക്കെ. അപ്പൊ അതില് എന്നെ സ്ട്രൈക്ക് ചെയ്ത ഒരു പോയിന്റ് സെബാസ്റ്റ്യൻ ബദറുമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ഒരു ഹദീസ് താങ്കൾ ഇവിടെ ഉദ്ധരിച്ചു. മുസ്ലിം, ബുഖാരി ഒക്കെ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസാണ്. അതായത് ഡു നോട്ട് ഇനീഷിയേറ്റ് ഗ്രീറ്റിംഗ്സ് വിത്ത് ദ ജ്യൂസ് ആൻഡ് ക്രിസ്ത്യൻസ്. വെൻ യു മീറ്റ് എനി ഓഫ് ദം ഇൻ ദ റോഡ് ദെൻ മേക്ക് ഹിം ടേക്ക് ഇറ്റ്സ് നാരോവസ്റ്റ് പാത്ത്. അറബിയില് ലാ തബ്ദഉൽ യഹൂദ വലൻ നസ്വാറ ബിസ്സലാം ഫഇദാ ലഖീതും അഹദുഹും ഫി ത്വയ്യിഖിൻ ഫദ്തറൂഹു ഇലാ അളിയഖിഹി എന്ന അറബിയിൽ അതിനെ പറയും. അപ്പൊ ഈ ഹദീസ് സെബാസ്റ്റ്യൻ ബദർ മനസ്സിലാക്കിയിട്ടുള്ളത്, ഏതെങ്കിലും ഒരു അമുസ്ലിം, വിശിഷ്യ ജ്യൂസോ ക്രിസ്ത്യൻസോ നിങ്ങളുടെ വഴിയിലൂടെ നടന്നു വരുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ മീറ്റ് ചെയ്യുമ്പോൾ അവരെ ഗ്രീറ്റിംഗ്സ് കൊണ്ട് ആരംഭിക്കരുത്. അവരെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കണം, അല്ലെങ്കിൽ അവരെ വഴിയുടെ ഓരങ്ങളിലേക്ക് തള്ളി മാറ്റണം, അവരെ ഹാം ചെയ്യണം എന്നാണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് എന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ളത്. ഫോഴ്സ് ചെയ്യുക അല്ലെങ്കിൽ അവരെ ഹാം ചെയ്യുക. ഫോഴ്സ് ചെയ്യുന്നത് ഹാം ചെയ്യലാണ് ഉദ്ദേശിക്കുന്നത്. അവരെ തള്ളി മാറ്റി. ഫോഴ്സ് ചെയ്യുന്ന ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫോഴ്സ് തള്ളി മാറ്റുമ്പോൾ ഹാം ആവുമെന്ന് നമുക്ക് അറിയാമല്ലോ. തള്ളി മാറ്റിയിട്ട് നടന്നോണം, അപമാനിക്കുക, അതാണ് കുറച്ചുകൂടെ ടൈം. അപമാനിക്കുക എന്ന് ഈ ഹദീസിൽ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇനി ഹൗ അപ്പൊ പിന്നെ അവരെ നാരോവസ്റ്റ് പാർട്ടിലേക്ക് തള്ളി മാറ്റിയിട്ട് നടന്നു പോകണം. അപ്പൊ അത് താങ്കൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഹാം ചെയ്യുക എന്ന അർത്ഥത്തിലാണ് അല്ലെ? ഞാൻ മനസ്സിലാക്കിയത് അവിടെ പറഞ്ഞല്ലോ. അവിടെ ഹദീസിനകത്ത് പറയുന്നത് എന്താണ്? നിങ്ങൾ ഒരു ക്രൈസ്തവനെയോ ഒരു യഹൂദനെയോ വെൻ യു മീറ്റ് എനി വൺ ഓഫ് ദം ഓൺ ദ റോഡ്സ്, ഏതെങ്കിലും ഒരു ക്രൈസ്തവനെയോ ഒരു യഹൂദനെയോ വഴികളിൽ കണ്ടാൽ ഫോഴ്സ് ഹിം ടു ദ നാരോവസ്റ്റ് പാർട്ട് ഓഫ് ഇറ്റ്, അവനെ ആ വഴിയുടെ ഏറ്റവും ഇടുങ്ങിയ ഭാഗത്തേക്ക് തള്ളി മാറ്റിയിട്ട് നടന്നു പോകണം. ഇതാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്താണ് മനസ്സിലാക്കിയത്? ഇത് വർഗീയതയാണല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് അതിൽ ഒരു വർഗീയതയും ഇല്ല. ആ പറഞ്ഞത് മുസ്ലിങ്ങളെ വഴി കൂടെ വന്ന മുസ്ലിം നടന്നു വരുന്നു, അവിടെ ക്രൈസ്തവരെ കൂട്ടം കൂടിയിരിക്കുന്നു, വഴി കൂടെ മുസ്ലിം നടന്നു വരുമ്പോൾ അവൻ മുസ്ലിം ആണെന്നുള്ള കാരണം നീ മുസ്ലിമാണെന്ന് പറഞ്ഞ് അവനെ വഴിയുടെ ഏറ്റവും ഇടുങ്ങിയ ഭാഗത്തേക്ക് തള്ളി മാറ്റിയാൽ അത് വർഗീയതയല്ലേ? അല്ല, താങ്കൾ ഓൾറെഡി അത് വിശദീകരിച്ചല്ലോ. താങ്കൾ മനസ്സിലാക്കി. അല്ല, ഈ വർഗീയത പറഞ്ഞ ഈ മുഹമ്മദിനെ വർഗീയവാദികളിൽ നിന്ന് താങ്കൾ എന്താ വിളിക്കാത്തെ? അല്ല, വർഗീയവാദിയാണ് എന്ന് ഇവിടെ സ്ഥിരപ്പെടുത്തണ്ടേ ഫസ്റ്റ് ഓഫ് ഓൾ, എങ്കിലല്ലേ പറയാൻ പറ്റൂ. പിന്നെ എന്താ വർഗീയ സഹോദര? അല്ല, സെബാസ്റ്റ്യൻ പുന്നക്കൽ, താങ്കളുടെ പാർട്ട് ഓഫ് സ്റ്റോറി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. നൗ ലെറ്റ് മീ. അല്ല നിഷാദെ, ആ പറഞ്ഞത് താങ്കൾ അംഗീകരിച്ചോ? സെബാസ്റ്റ്യൻ പറഞ്ഞത് അല്ല, ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരു ഹദീസ് ഉണ്ട്. അങ്ങനെ ഒരു ഹദീസ് ഉണ്ട്. ഹദീസ് ഞാൻ അംഗീകരിക്കുന്ന ഹദീസാണ്. ഇനി ഹദീസിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? അത്രേ ഉള്ളൂ.
അല്ല ഞാൻ പറയട്ടെ, വെളുപ്പിച്ചതാണെന്ന് നിങ്ങൾ ശ്രോതാക്കൾ തീരുമാനിക്കുക. ഓക്കെ, അതായത് ഇസ്ലാമിന്റെ ആയത്തുകളും ഹദീസുകളും മനസ്സിലാക്കേണ്ടത് അതിന്റെ ഹിസ്റ്റോറിക്കൽ, തിയോളജിക്കൽ ആൻഡ് മോറൽ കോണ്ടെക്സ്റ്റിലാണ്. എപ്പോൾ ഈ ഹദീസ് പറയപ്പെട്ടു, എന്താവശ്യത്തിന് പറയപ്പെട്ടു, ഈ ഹദീസിനെ കുറിച്ച് നമുക്ക് നോക്കാം. മുഹദ്ദിസുകൾ, അത് സബാസ്റ്റിന് അറിയാൻ പറ്റുമല്ലോ, ഒരു ഹദീസിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആ ഹദീസിനെ പ്രതി മുഹദ്ദിസുകൾ എന്ത് പറഞ്ഞു, അല്ലെങ്കിൽ ഹദീസ് വിശാരദന്മാർ, സയന്റിസ്റ്റുകൾ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കാം. ഒരു ഉദാഹരണം, നിഷാദെ, ഈ സയന്റിസ്റ്റുകൾ പറഞ്ഞിട്ടുള്ള ഈ ഹദീസ് മുഹമ്മദ് പറഞ്ഞിട്ടുള്ള എന്താണ്, അത് ആദ്യം ഒന്ന് പറഞ്ഞിട്ട് സയന്റിസ്റ്റിലേക്ക് മുഹമ്മദ് പറഞ്ഞു. ഇസ്ലാമിക ലോകത്തെ മൗലിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് പറഞ്ഞെന്താണെന്ന് പറ. കൈപ്പള്ളി പള്ളി മാറ്റിയിട്ട് നടന്നു പോകാൻ പറഞ്ഞു, എന്നിട്ട് പറയാം സയന്റിസ്റ്റുകൾ കാണാവില്ലേ നിഷാദ ഇങ്ങനെയൊക്കെ വരാൻ. മണ്ടത്തരം പറയാതെ മറ്റുള്ളവർ ഞാൻ പറഞ്ഞു തീരട്ടെ. പ്ലീസ് നാസർ ദയവായി ഇടപെടരുത് ഇടയ്ക്ക്. അദ്ദേഹം പറയട്ടെ. നിഷാദ് അല്ല, അങ്ങനെ ചുമ്മാ പറയാനായിട്ട് അനുവാദം കൊടുക്കരുത്. ഓക്കെ ബ്രദറെ, നിങ്ങളൊന്ന് ക്ഷമിക്കൂ, ഞാൻ പറയട്ടെ. അപ്പൊ ഇസ്ലാമിക ലോകത്ത് ഒരു ഹദീസ്, ഇപ്പോ ഇവിടെ നമുക്കറിയാം, സെബാസ്റ്റ്യൻ ബ്രദർ തന്നെ ഒരു ഖുർആനെ ആയത്ത് ഓതിയിട്ട് തഫ്സീർ ജലാലൈനി ഉദ്ധരിച്ചു. അതെന്തിനാ? ഇസ്ലാമിക ലോകം ഒരു ആയത്ത് മനസ്സിലാക്കുന്നത് തഫ്സീറിന്റെ സഹായത്തോടെയാണ്. എക്സജസിസ് എന്ന് പറയും, കമന്ററി. അല്ല, ഒരു സെക്കൻഡ് നിഷാദെ, ഖുർആനകത്ത് പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് തഫ്സീർ പറയുന്നത്. താങ്കൾ ഏത് വിശ്വസിക്കും? ഖുർആൻ വിശ്വസിക്കുമോ തഫ്സീർ വിശ്വസിക്കുമോ? ഒരു തഫ്സീറിലും ഖുർആനിന് വിരുദ്ധമായിട്ട് പറയില്ല. താങ്കൾ തോക്കിനകത്ത് വെടിവെക്കല്ലേ? ഖുർആനകത്ത് നിന്ന് പറഞ്ഞതിന് വിരുദ്ധമായിട്ടാണ് തഫ്സീറിനകത്ത് പറയുന്നതെങ്കിൽ താങ്കൾ തഫ്സീർ വിശ്വസിക്കുക, ഖുർആൻ വിശ്വസിക്കുക, ഏതിനാണ് പ്രയോറിറ്റി? അങ്ങനെ പറയില്ലെന്നല്ല ഞാൻ പറയില്ലെന്നുള്ള കാര്യമല്ലല്ലോ ചോദിച്ചത്. അങ്ങനെ ഉണ്ടെങ്കിൽ താങ്കൾ ഏത് വിശ്വസിക്കുമെന്നാണ് ചോദിച്ചത്. അങ്ങനെ ഉണ്ടാവാത്ത കാര്യം ഞാൻ എന്താ പറയണത്? ലോകം എല്ലാ തഫ്സീറും താങ്കൾ വായിച്ചു നോക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പിന്നെ അപ്പൊ അത് വിട്. അല്ല, എല്ലാ തഫ്സീറും അല്ല, ഒരു സെക്കൻഡ്, മുസ്ലിങ്ങൾ എല്ലാ തഫ്സീറും എല്ലാ മുസ്ലിങ്ങളും അംഗീകരിക്കുന്നുണ്ടോ? ഷിയകളുടെ തഫ്സീർ താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? ഷിയ പണ്ഡിതന്മാരുടെ തഫ്സീർ താങ്കൾ അംഗീകരിക്കുന്നില്ലല്ലോ. അപ്പൊ പിന്നെ എല്ലാ തഫ്സീറും നിങ്ങൾ അംഗീകരിക്കുന്ന പോലുമില്ല. അപ്പൊ പിന്നെ തഫ്സീറിനകത്ത് എല്ലാം പറഞ്ഞത് ശരിയാണ്, പിന്നെ ഷിയകളുടെ തഫ്സീർ എന്താ താങ്കൾ അംഗീകരിക്കാത്ത? ലോക മുസ്ലിങ്ങളായ സുന്നികൾ, ഒരു മിനിറ്റ്, ലോക മുസ്ലിം ഷിയകൾ എന്താ ലോക മുസ്ലിങ്ങളല്ലേ? അധോ ലോക മുസ്ലിങ്ങളാണോ ഷിയകൾ? മുസ്ലിങ്ങളല്ല, അത് നിങ്ങളാണോ പറയുന്നത്? അല്ല, ഷിയകളെ പറയുന്നത് നിങ്ങൾ മുസ്ലിങ്ങളാണ്. ഒരു മിനിറ്റ്, ഒരു മധുഹബുകാർ പറയുന്ന അപ്പുറത്തെ മധുഹബുകാർ അംഗീകരിക്കാത്ത ടീമുകളാ പറയുന്നത് ഷിയ മുസ്ലിങ്ങൾ. സെബാസ്റ്റ്യൻ പുന്നക്കൽ ക്രിസ്ത്യാനി അല്ല എന്ന് ഇവിടുത്തെ ക്രിസ്ത്യാനികൾ അംഗീകരിക്കുന്നുണ്ടല്ലോ. ഏത് ക്രിസ്ത്യാനി അംഗീകരിക്കുന്നുണ്ട്? ഇവിടെയുള്ള കേരളത്തിലുള്ള ബഹുഭൂരിപക്ഷമാണ് ക്രിസ്ത്യാനികൾ. ഹേമൻ ജോർജ് ഏത് സഭയിൽ അംഗമാ? നിഷാദെ, ഹേമൻ ജോർജാണ് വന്ന് പറഞ്ഞത്. ഈ ഹേമൻ ജോർജ് ഏത് സഭയിൽ അംഗമാ? പെന്തക്കോസ് സഭയിൽ ഹേമൻ ജോർജ് അംഗമല്ല, ബ്രദറൻ സഭയിൽ അംഗമല്ല, കത്തോലിക്ക സഭയിൽ അംഗമല്ല. ഏത് സഭയിലാണ് ഹേമൻ ജോർജ് അംഗം? സെബാസ്റ്റ്യൻ പുന്നക്കൽ നിഷാദ് മുസ്ലിമാണോ? നിഷാദ് മുസ്ലിമാണോ? മുസ്ലിമാണോ? ഒരു മിനിറ്റ്, ഞാൻ പറയട്ടെ. സെബാസ്റ്റ്യൻ പുന്നക്കൽ മുസ്ലിമാണോ ഇല്ലയോ? നിഷാദ് മുസ്ലിമാണോ ഇല്ലയോ? സെബാസ്റ്റ്യൻ നോക്കിക്കോളൂ. നിഷാദ് മുസ്ലിമാണോ ഇല്ലയോ? ആരാണ് ഈ ചോദിക്കുന്നത്? നിഷാദ് മുസ്ലിമാണോ? സംസാരിക്കുന്നത് താങ്കൾ മുസ്ലിമാണ്. ഒരു മിനിറ്റ് പറയട്ടെ. ഞാനൊരു സുന്നി മുസ്ലിമാണ്, ട്രഡീഷണൽ മുസ്ലിമാണ്. താങ്കൾ ഇവിടെ ഉദ്ധരിച്ച കാന്തപുരം അബൂബക്കർ മുസ്ലിയാരടക്കമുള്ളവർ നിലകൊള്ളുന്ന ഇസ്ലാമിക പാരമ്പര്യ സരണിയിലുള്ള ഒരാളാണ് ഞാൻ. ഒരു സെക്കൻഡ് സംശയിക്കട്ടെ. കേരളത്തിലെ മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന ഇസ്ലാമിക പണ്ഡിതൻ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഒരു മുശ്രിക്കാണ്, ഷിർക്ക് ചെയ്യുന്ന മുശ്രിക്കാണെന്ന്. അപ്പൊ താങ്കൾ മുസ്ലിമാണോ അതോ മുജാഹിദ് ബാലുശ്ശേരിയാണോ മുസ്ലിം? ആരാണ് മുശ്രിക്ക്, ആരാണ് മുസ്ലിം? മ്യൂട്ട് ചെയ്യില്ലേട്ടാ. അല്ല, മുജാഹിദ് ബാലുശ്ശേരിയെ പോലുള്ള ആളുകൾ പ്രസംഗിക്കുന്നത് അവരുടെ ചിന്താധാരയിൽ നിന്നുകൊണ്ടാണ്. അവരുടെ ചിന്താധാര ചിന്താധാരയല്ലേ? അപ്പൊ ആരാ മുസ്ലിം? കാന്തപുരം മുസ്ലിം അല്ലെങ്കിൽ നിഷാദെ, കാന്തപുരം മുസ്ലിം അല്ലെങ്കിൽ കാന്തപുരത്തിന്റെ ശിഷ്യനെ താങ്കൾ എങ്ങനെ മുസ്ലിം ആവും? കാന്തപുരം മുസ്ലിമിൽ പിന്നെ താങ്കൾ തന്നെ ഇവിടെ കാന്തപുരത്തെ ഉദ്ധരിക്കേണ്ട ആവശ്യം? ഞാൻ കാന്തപുരത്ത് അല്ല, ഞാനല്ലല്ലോ കാന്തപുരം മുസ്ലിമാണോ അല്ലയോ എന്ന് പറഞ്ഞത്. മുജാഹിദ് ബാലുശ്ശേരി ഇസ്ലാമിക അംഗീകരിച്ചത് കൊണ്ടല്ലേ? എന്റെ അംഗീകാരമല്ലെന്ന്, ഞാൻ അംഗീകരിച്ചില്ലയോ എന്നല്ലല്ലോ. മുജാഹിദ് ബാലുശ്ശേരി താങ്കൾ അംഗീകരിക്കുന്നത് കൊണ്ടാണ് മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന ഇസ്ലാം പണ്ഡിതൻ പറയുന്നു
കാന്തപുരം അബൂബക്കർ മുസ്ലിയാര് മുശ്രിക്കാണ്, മുസ്ലിം അല്ല. അപ്പൊ പിന്നെ താങ്കളുടെ പണ്ഡിതം പോലും, താങ്കളുടെ ഈ പറയുന്ന കാന്തപുരം പോലും മുസ്ലിം അല്ല എന്ന് മുസ്ലിങ്ങൾ പറയുമ്പോ താങ്കൾ ആ കാന്തപുരത്തിന് വിഷയം താങ്കൾ പിന്നെ എങ്ങനെ മുസ്ലിമാണെന്ന് ഞാൻ തിരിച്ചു ചോദിക്കത്തില്ലേ? പിന്നെ അംഗീകരിക്കുന്നുണ്ടോ? മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോന്നല്ലേ ക്രിസ്ത്യാനിയായ ഞാനല്ല. കാന്തപുരം മുസ്ലിമാണ് അല്ലയോ എന്ന് പറയേണ്ടത് ക്രിസ്ത്യാനിയായ ഞാനല്ല, മുസ്ലിങ്ങളാ പറയേണ്ടത്. മുസ്ലിങ്ങളായ മുസ്ലിം പണ്ഡിതനായ കാന്തപുരം മുസ്ലിമാണോ അല്ലയോ എന്നുള്ള വിഷയം ഞാൻ ഇവിടെ ഞാൻ ഇവിടെ പറഞ്ഞു. കാന്തപുരം മുസ്ലിമാണോ അല്ലയോ എന്ന് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞ കാര്യമാണ്, ഞാൻ പറഞ്ഞ കാര്യമല്ല. കാന്തപുരം മുസ്ലിമാണോ അല്ലയോ എന്ന് നിഷാദെ ഞാൻ പറഞ്ഞില്ല. ബഹളം വെക്ക്. കാന്തപുരം മുസ്ലിം അല്ലെന്ന് പറഞ്ഞത് മുജാഹിദ് ബാലുശ്ശേരിയാണ്. അപ്പൊ കേരളത്തിലെ മുസ്ലിങ്ങളിൽപ്പെട്ട പണ്ഡിതന്മാരിൽപ്പെട്ട മുജാഹിദ് ബാലുശ്ശേരി അടക്കമുള്ള സലഫികൾ പറയുന്നു കാന്തപുരം മുസ്ലിം അല്ലെന്ന്. മുസ്ലിം പോലും അല്ല എന്ന് മുസ്ലിങ്ങൾ പറയുന്ന കാന്തപുരത്തിന് ശേഷം താങ്കൾ പിന്നെ എങ്ങനെ മുസ്ലിം ആവും? അപ്പൊ താങ്കൾ കാന്തപുരത്തെ മുസ്ലിമായി അംഗീകരിക്കുന്നില്ലേ? അതിന് മുജാഹിദ് ബാലുശ്ശേരി എന്റെ ദൈവമാണോ? മുജാഹിദ് ബാലുശ്ശേരി ഞാൻ പറഞ്ഞല്ലോ, മുജാഹിദ് ബാലുശ്ശേരി സലഫി പ്രഭാഷകന്, സലഫി ചിന്താധാരയിലുള്ള സലഫിയാണോ അല്ലെന്നല്ല, മുസ്ലിമാണോ? മുജാഹിദ് മുസ്ലിമാണോ? മുജാഹിദ് ബാലുശ്ശേരി മുസ്ലിമാണോ? മുജാഹിദ് ബാലുശ്ശേരി നാമമാത്രമായി മുസ്ലിമാണ്. മുസ്ലിം നാമമാത്രമാണോ വേറെ എന്തെങ്കിലും മാത്രമാണോ? മുജാഹിദ് ബാലുശ്ശേരി മുസ്ലിമാണോ? അതുപോലെ ഉറപ്പില്ല നിങ്ങൾക്ക്. എന്നിട്ടാണ് സെബാസ്റ്റ്യൻ ക്രിസ്ത്യാനാണെന്ന് വെക്കുന്നത്. ആദ്യം പോയി നിങ്ങളുടെ കാന്തപുരം മുസ്ലിമാണെന്ന് മുസ്ലിങ്ങളെ കൊണ്ട് തെളിയിച്ചിട്ട് വാ. എന്നിട്ട് സെബാസ്റ്റ്യൻ മുന്നക്കൽ മുസ്ലിം ക്രിസ്ത്യാനാണോ തെളിയിക്കാം. മനസ്സിലായി? സെബാസ്റ്റ്യൻ മുന്നക്കല് കാന്തപുരത്തെ മുസ്ലിം അംഗീകരിക്കുന്നുണ്ടോ? താങ്കൾ എന്നെ ക്രിസ്ത്യാനായിട്ട് അംഗീകരിക്കുന്നുണ്ടോ? താങ്കൾ എന്നെ ക്രിസ്ത്യാനായിട്ട് അംഗീകരിക്കുന്നുണ്ടോ? താങ്കൾ എന്നെ ക്രിസ്ത്യാനായിട്ട് അംഗീകരിക്കുന്നുണ്ടോ? നിഷാദെ വിഷയത്തിലേക്ക് വരും. എന്നെ ക്രിസ്ത്യാനായിട്ട് അംഗീകരിക്കുന്നുണ്ടോ പറഞ്ഞിട്ടല്ലോ. സബാഷൻ ബ്രദർ ചോദിച്ചു, അല്ല സബാഷൻ ബ്രദർ ചോദിച്ചതിന് മറുപടി പറയാം. സബാഷൻ ബ്രദറിനെ ക്രിസ്ത്യാനിയായിട്ട് നിഷാദ് അംഗീകരിക്കുന്നുണ്ടോ? ഞാൻ അംഗീകരിക്കുന്നുണ്ട്, അതുകൊണ്ടല്ലേ ഞാൻ വന്നേക്കണത്. അപ്പൊ പിന്നെ എന്നെ ക്രിസ്ത്യാനായിട്ട് അംഗീകരിക്കാത്ത ക്രിസ്ത്യാനികളുണ്ടെന്ന് താങ്കൾ പറഞ്ഞു. ബഹാഭൂരിപക്ഷം ക്രിസ്ത്യാനികളും എന്നെ ക്രിസ്ത്യാനായിട്ട് അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ നുണയല്ലേ? കാരണം എന്താ? ലോകത്തുള്ള ഷിയാക്കളുടെ തഫ്സീറൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നോട് ചോദിച്ചോണ്ടല്ലേ? അപ്പൊ അതല്ലേ. അപ്പൊ തഫ്സീർ പറയുന്നത് അല്ല, അപ്പൊ ഖുറാനകത്ത് പറയുന്നതും തഫ്സീറിനകത്ത് പറയുന്നത് രണ്ടാണെങ്കിൽ താങ്കള് ഖുറാൻ അംഗീകരിക്കുക തഫ്സീർ അംഗീകരിക്കുവോ? അതാണ് ചോദ്യം. ഖുറാനകത്ത് പറയുന്നതും തഫ്സീറിനകത്ത് പറയുന്നതും രണ്ടാണെങ്കിൽ ഖുറാൻ അംഗീകരിക്കുക തഫ്സീർ അംഗീകരിക്കും. ഒന്ന് സുഹൃത്ത്, ഖുർആന്റെ വിശദീകരണമാണ്. ഒരു തഫ്സീറിന്റെ പേര് പറ, ഞാൻ എന്നിട്ട് പറയാം. ഒരു തഫ്സീറിന്റെ പേര് പറ. എന്റെ ചോദ്യം അതൊന്നുമല്ല. ഏത് തഫ്സീർ ആണെങ്കിലും ഈ പറയുന്ന സലഫികളുടെ ആവട്ടെ, ഏത് തഫ്സീർ ആണെങ്കിലും ഏതെങ്കിലും ഒരു തഫ്സീറിനകത്ത് ഖുറാൻ എതിരായിട്ടുള്ള ഒരു ആയത്ത് ഒരു കാര്യം പറഞ്ഞാൽ അത് ഖുറാൻ നിങ്ങൾ വിശ്വസിക്കുക, ആ തഫ്സീർ വിശ്വസിക്കുക, അത്രേ ഉള്ളൂ. തഫ്സീർ ഏതായാലും കുഴപ്പമില്ല. മുസ്ലിങ്ങൾ എഴുതുന്ന ബൈബിളിന്റെ വിശദീകരണം വിശ്വസിക്കോ? മുസ്ലിങ്ങൾ എഴുതുന്ന ബൈബിളിന്റെ വിശദീകരണം ഒന്നും ഞാൻ ചോദിച്ചില്ല. ഏതെങ്കിലും ഒരു തഫ്സീറിനകത്ത് അതെ നജീബ് നിഷാദെ അങ്ങനെയല്ല ചോദിക്കുന്നത്. ബൈബിളിന്റെ ഏതെങ്കിലും ഒരു വ്യാഖ്യാന ഗ്രന്ഥത്തിൽ ബൈബിളിനെതിരായിട്ട് പറഞ്ഞാൽ ബൈബിൾ വിശ്വസിക്കുമോ ആ വ്യാഖ്യാന ഗ്രന്ഥം വിശ്വസിക്കുമോ എന്നാണ് ചോദിക്കേണ്ടത്. ആ ചോദ്യം ഞാൻ ചോദിച്ചത്. ഞങ്ങൾ പറയും ഞങ്ങൾ ബൈബിളെ വിശ്വസിക്കുന്നില്ല, ബൈബിളിന്റെ വ്യാഖ്യാന ഗ്രന്ഥമല്ല. അതായത് താങ്കൾ പറഞ്ഞ് തിരിച്ചു ചോദ്യം ചോദിക്കുന്നതേ ഈക്വൽ ആയിട്ട് ചോദിക്കണം. അതായത് ഇവിടെ താങ്കളോട് ചോദിച്ച ചോദ്യം എന്താ? ഖുറാനിൽ പറഞ്ഞതിൽ നിന്ന് വിരുദ്ധമായി ഖുറാന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളായ തഫ്സീറിൽ പറഞ്ഞാൽ ഖുറാൻ വിശ്വസിക്കുമോ തഫ്സീർ വിശ്വസിക്കുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. അതിന് ഉത്തരം തരാതെ ബഹളം വെക്കല്ലേ നിഷാദെ കിടന്ന് ഊരിണ്ടിട്ട് കാര്യമില്ല. കാര്യം പറയട്ടെ. അതിന് മറുചോദ്യം ചോദിക്കേണ്ടത് എങ്ങനെയാ? ബൈബിളിന് വിരുദ്ധമായി ബൈബിളിന്റെ ഒരു വ്യാഖ്യാന ഗ്രന്ഥത്തിൽ ആരെങ്കിലും എഴുതിയാൽ ആ ബൈബിളിന്റെ വ്യാഖ്യാന ഗ്രന്ഥം വിശ്വസിക്കുമോ ബൈബിൾ വിശ്വസിക്കുമോ എന്നോട് ചോദിക്കണം. അതാണ് തിരിച്ചുള്ള ചോദ്യം. അല്ല, ആ ചോദ്യം തന്നെ പൊട്ടത്തരമല്ല. മനസ്സിലായോ? അല്ല, മുസ്ലിങ്ങൾ ബൈബിളിനെ വ്യാഖ്യാനിച്ച് ഗ്രന്ഥം ക്രിസ്ത്യാനികൾ എഴുതിയ തഫ്സീർ വിശ്വസിക്കുന്നു ഞാൻ ചോദിച്ചോ? അപ്പൊ ഉടായ്പ പറയാതെ വിശ്വസിക്കുമെന്ന് പറഞ്ഞു. ബൈബിളിന്റെ ആശയത്തിനെതിരായിട്ട് ഒരു മിനിറ്റ്, നിഷാദെ ഇങ്ങനെ നടന്ന് അപ്പിയിട്ട് ഇങ്ങനെ നടന്ന് വേളം വെക്കാതെ ചോദിച്ചതിന് മറുപടി പറഞ്ഞിട്ട് മുമ്പോട്ട് പോകുന്ന നിഷാദ്. എന്റെ പൊന്നു സുഹൃത്തെ അദ്ദേഹം ഇങ്ങോട്ട് ചോദിക്കുമ്പോ തിരിച്ച് അങ്ങോട്ട് അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞല്ലോ ബൈബിളിനെതിരായിട്ട് ഏത് വ്യാഖ്യാന ഗ്രന്ഥം പറഞ്ഞാലും ഞങ്ങൾ ബൈബിളിൽ അതുപോലെ പറയും. താങ്കൾക്ക് മടിയാണോ അല്ലയോ എന്ന് ചോദിച്ചത്. ഖുറാനെതിരായിട്ട് ഒരു തഫ്സീറിനകത്ത് പറഞ്ഞാൽ ഏത് വിശ്വസിക്കും? സെബാസ്റ്റ്യൻ മുന്നക്കൽ ബ്രദർ, ഞാൻ പറഞ്ഞല്ലോ ഖുർആനിന് മതപ്രഭാഷണം വേണ്ട. താങ്കൾ അത് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ അത് പറയും.
എന്താ ബ്രദറെ, ഒരു ചർച്ചയ്ക്ക് വരുമ്പോ നിങ്ങൾ ഏകപക്ഷീയമായി ചോദിക്കുക, ഞാൻ അതിന് ഏകപക്ഷീയമല്ലല്ലോ ബ്രദറെ. താങ്കള് ഹദീസ് പറഞ്ഞതല്ല, അതിന്റെ സയന്റിസ്റ്റുകൾ പറയുന്നത് എടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുർആനകത്ത് പറഞ്ഞത് വിരുദ്ധമായിട്ട് തഫ്സീറിനകത്ത് പറഞ്ഞാൽ ഏതാണ് വിശ്വാസയോഗ്യം, ഖുർആനാണോ തഫ്സീറാണോ? ഇതുപോലെ തന്നെയാണ് ഹദീസിനകത്ത് പറഞ്ഞത് വിരുദ്ധമായിട്ട് ഹദീസിന്റെ ഏതെങ്കിലും സയന്റിസ്റ്റുകൾ പറഞ്ഞാൽ ഹദീസ് വിശ്വസിക്കുമോ സയന്റിസ്റ്റിനെ വിശ്വസിക്കുമോ എന്ന് ഞങ്ങൾ ചോദിക്കുന്നത്. അത് പറഞ്ഞിട്ട് പ്രമാണം തീരുമാനിച്ചിട്ട് പോരെ ഈ ഓട്ടമാണ് പ്രമാണം. അത് തന്നെയാണ് ഞാൻ പറയാം. ഞങ്ങളുടെ പ്രമാണം, മുസ്ലിങ്ങളുടെ പ്രമാണം ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ്, ഇങ്ങനെ 4 പ്രമാണങ്ങളാണ് ഞങ്ങൾക്കുള്ളത്. അതിലുള്ള ഖുർആൻ ഞങ്ങൾ സ്വീകരിക്കുന്നത് നേരിട്ട് ഖുർആൻ അർത്ഥം വെച്ചുകൊണ്ടല്ല ഞങ്ങൾ സ്വീകരിക്കുന്നത്, തഫ്സീറിന്റെ സഹായത്തോടു കൂടിയാണ് ഖുർആൻ ഞങ്ങൾ സ്വീകരിക്കുന്നത്. സംശയം തീർന്നില്ല സഹോദര. അപ്പൊ ഈ ഖുർആനകത്ത് പറഞ്ഞിട്ടുള്ളതിനാണോ സത്യം, അതോ തഫ്സീറിനകത്ത് പറഞ്ഞാൽ, അതായത് ഖുർആനകത്ത് പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആശയം തഫ്സീറിൽ കണ്ടാൽ താങ്കൾ ഏത് അംഗീകരിക്കും? തഫ്സീർ അംഗീകരിക്കും, ഖുർആൻ അംഗീകരിക്കും? അങ്ങനെ തഫ്സീറിൽ ഉണ്ടാവില്ല എന്ന് താങ്കൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഉണ്ടായാലുള്ള കാര്യം ചോദിച്ചത് ഏത് അംഗീകരിക്കും? ഞാൻ പറയുന്നത് ഞാൻ തെളിയിക്കാൻ റെഡിയാണ് എന്ന് ചലഞ്ച്. താങ്കൾ ഏത് അംഗീകരിക്കുമെന്ന് പറ. താങ്കളോട് തെളിയിക്കാൻ പറഞ്ഞല്ലോ, താങ്കൾ ഏതാണ് അംഗീകരിക്കുന്നത്? എതിരായിട്ട് തഫ്സീറിലുണ്ട് ചലഞ്ച്. ഞാൻ പ്രൂവ് ചെയ്തു. പറഞ്ഞിരിക്കുന്ന അങ്ങനല്ല സബാഷൻ പേർ പറഞ്ഞു വന്ന് ശരിക്കും കേക്ക്. സബാഷൻ പേർ പറഞ്ഞു ഉണ്ടെന്നല്ല, അങ്ങനെ ഉണ്ടായ ഒരു ആശയം ഒരു തഫ്സീറിലും ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ അതാണ് പറയാം എനിക്ക് കേൾക്കണ്ടേ. ഉണ്ടാവില്ല എന്നുള്ളത് താങ്കളല്ല പറഞ്ഞത്. ഷിയകളുടെ തഫ്സീർ താങ്കൾ വിശ്വസിക്കുന്നില്ല, ഷിയകളും വിശ്വസിക്കുന്നില്ല. ഷിയ മുസ്ലിം അല്ലല്ലോ. താങ്കൾ പറഞ്ഞിട്ട് നിഷാദ് മുജാഹിദ് മുസ്ലിമാണോ? മുജാഹിദ് മുസ്ലിമാണോ? ചോദിക്കേണ്ട ആവശ്യം എന്താ? അല്ല സഹോദര, ഷിയകള് ലോകത്തിലെ ഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമൂഹത്തിലെ ഒരു മെജോറിറ്റി ആയിട്ടുള്ള ഷിയ മുസ്ലിങ്ങളല്ല എന്ന് ഇവിടെ ഇരുന്ന ഒരു നിഷാദ് ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ അതിന് ഞങ്ങൾ വേദ പറഞ്ഞ എന്താ? അപ്പൊ പല തഫ്സീറുകളും നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നർത്ഥം. പല തഫ്സീറുകളും ഷിയ മുസ്ലിങ്ങളുടെ തഫ്സീറുകളും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് ചോദിച്ചത്. ഖുർആനകത്തുന്നുള്ളതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആശയം തഫ്സീറിനകത്തുണ്ടായാൽ ഏത് വിശ്വസിക്കുമെന്ന് പറ, അല്ല ഉടായ്പ കാണിക്കല്ലേ. ബ്രദറെ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞല്ലോ, സുന്നികളായ ഞങ്ങൾ, അതായത് ലോകത്തുള്ള ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും സുന്നി വിശ്വാസധാരികളാണ്. സുന്നി സുന്നി വിശ്വാസം കത്തിമാർ നിങ്ങൾ തള്ളല്ലേ ബ്രദറെ? സൗദി അറേബ്യയിൽ ആരാ? സലഫികളുണ്ടോ? സൗദി അറേബ്യയിൽ സലഫികളാണോ സുന്നികളാണോ ഉള്ളത്? ആരാ ഉള്ളത്? സൗദി അറേബ്യയിലെ സുന്നികളാണ്. സലഫികളല്ല സുന്നികളാണ്. സലഫികളല്ലേ? എന്റെ നിഷാദ് മുജാഹിദ് പാലിസികളൊന്നും പറഞ്ഞു. നിങ്ങളുടെ കേരളത്തിലെ മുജാഹിദുകളോട് ഒന്ന് പറഞ്ഞു കൊടുക്കണം, ഈ സൗദി അറേബ്യയിലുള്ളത് സലഫികളല്ല സുന്നികളാണെന്ന് കേരളത്തിലെ മുജാഹിദുകളോടൊന്ന് പറഞ്ഞു പഠിപ്പിച്ചു. അതൊക്കെ പറഞ്ഞു കൊടുത്തോളാം. ഇത് പറയും അതൊക്കെ നമ്മൾ പറഞ്ഞു. കാര്യം പറഞ്ഞിട്ട് മുന്നോട്ട് പോകും. അതായത് ഖുർആന് വിരുദ്ധമായ സുന്നികളിൽ പെടുമോ ഷിയാക്കളിൽ പെടുമോ എന്നൊന്ന് ചോദിച്ചേ. സലഫികൾ സുന്നികളിൽ പെടുമോ ഷിയാക്കളിൽ പെടുമോ എന്നൊന്ന് നിഷാദിനോട്. അപ്പൊ ചോദ്യത്തിൽ മുന്നോട്ട് പോയിക്കോളൂ. ഖുർആനിനും തഫ്സീറുകൾക്കിടയിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ ഖുർആനാണോ അവസാന വാക്ക്, തഫ്സീറാണോ അവസാന വാക്ക്? ബ്രദറെ എത്ര ഗുരു ഞാൻ പറഞ്ഞു, ഖുർആനെതിരായ ഒരു ആശയം ലോകത്തെ അംഗീകൃത തഫ്സീറുകൾ ഒന്നും ഉണ്ടാവില്ല. പറയട്ടെ സെബാസ്റ്റ്യൻ ബ്രദർ നാളെ ഒരു തഫ്സീർ ഇറക്കി ഖുർആനിന്റെ, ഞങ്ങൾ അംഗീകരിക്കില്ല. ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ ചോദിച്ചോ നിഷാദെ? ഖുർആന് വിരുദ്ധമായിട്ട് തഫ്സീറിനകത്ത് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ ചോദിച്ചോ? ഇല്ലെന്നാണ് ഞാൻ പറയുന്നത്. ഇല്ല മ്യൂട്ട് ചെയ്യൂ. ഞാനും സെബാസ്റ്റ്യൻ മാത്രമാണ്. ചോദിക്കാത്ത ചോദ്യത്തിന് ഉത്തരം പറയണ എന്തിനാ? താങ്കൾ ഈ ചോദിക്കാത്ത ചോദ്യത്തിന് ഉത്തരം പറയണേ? താങ്കൾക്ക് ചെവിയുണ്ടല്ലോ. ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചിട്ടില്ല. വെപ്പാറപ്പെടല്ലേ നിഷാദ്? ഉത്തരം പറ. ഖുർആനകത്ത് പറയുന്നതിന് വിരുദ്ധമായിട്ട് ഏതെങ്കിലും തഫ്സീറിനകത്ത് ഉണ്ടോ എന്നൊരു ചോദ്യം ഞാൻ ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചു കൊടുത്ത ഉത്തരം പറയാം. വേറെ ആരെങ്കിലും ചോദിച്ചു കൊടുത്തിന് അവരോട് പോയി പറഞ്ഞു, ഇവിടെ പറയണ്ട. ഞാൻ ചോദിച്ചു കൊടുത്ത ഉത്തരം പറ. ഖുർആനകത്ത് വിരുദ്ധമായ തഫ്സീറിനകത്ത് ഖുർആനകത്തൊന്ന് വിരുദ്ധമായ ഒരു ആശയം തഫ്സീർ എഴുത്തുകാർ പറഞ്ഞാൽ
ഖുറാൻ വിശ്വസിക്കുമോ തഫ്സീർ വിശ്വസിക്കുമോ എന്നാണ് എനിക്കറിയേണ്ടത്. അല്ലാതെ ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ താങ്കൾ അത് വിശ്വസിക്കുന്നു. ആ ചോദ്യത്തിനൊന്ന് നിഷാദ് ഉത്തരം പറഞ്ഞ പ്ലീസ്. അടുത്തതിലേക്ക് പോകും. അതിനുള്ള ഉത്തരമാണ് ഞാൻ പറയുന്നത്. നേരത്തെ പറഞ്ഞു, വീണ്ടും പറയുന്നു, ഖുർആനെതിരായിട്ട് അംഗീകൃത തഫ്സീറുകളിൽ ഒരാശയം ഉണ്ടാകില്ല, ഉണ്ടാവുകയില്ല. അത് മുഹാലെന്ന് പറയും, അസംഭവ്യം. ഞാനങ്ങനെ ഉണ്ടാകുമില്ലെന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ. ചോദിച്ചൊരു ഉത്തരം ഇയാളെ ഒഴിവാക്കി, ഇയാളെ വെറും വെറുതെ ആശയം തഫ്സീറിനകത്തുണ്ടോ ഇല്ലയോ എന്നൊരു ചോദ്യം ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചൊരു ഉത്തരം പറഞ്ഞു നിഷാദേ. ചോദ്യത്തിന് ഒരു സർക്കുലർ റെഫറൻസ് ഉണ്ട്, ഒരു സർക്കുലർ താങ്കൾ സർക്കുലർ ഉണ്ടോ? താങ്കൾ സർക്കുലർ ഉണ്ടോ? ഞാൻ ചോദിച്ചൊരു ഉത്തരം പറ. അല്ലാതെ ചോദിക്കാത്ത ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് നിഷാദ് ഇങ്ങനെ അപ്പിട്ട് ബ്രദർ, ഞാൻ സ്ട്രേറ്റ് ഫോർവേഡ്. ഖുറാനകത്ത് പറഞ്ഞതിന് വിരുദ്ധമായി ഏതെങ്കിലും തഫ്സീർ വന്നായാൽ ഖുറാനാണോ വിശ്വാസ്യത തഫ്സീറിനാണോ വിശ്വാസ്യത? പറയട്ടെ, ഒരു പെണ്ണും പെണ്ണും ഇണ ചേർന്നാൽ ആ പെണ്ണിന് രണ്ട് പെണ്ണുങ്ങൾക്ക് ഉണ്ടാകുന്ന കുട്ടി സുന്നികളുടെ ഒരു പുസ്തകമായ ഫത്തുക്കുൽമുവിന്റെ അകത്ത് പേജ് 75 അത് മനുഷ്യപ്പട്ടി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിന്റെ അകത്ത് പന്നിയും പട്ടിയുമായിട്ട് ഒരു സ്ത്രീ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അതിലുണ്ടാകുന്ന കുട്ടിയെ പള്ളിയിലെ ഇമാമായിട്ട് നിർത്താമെന്നും അവനെ കുളിച്ചു കഴിഞ്ഞ് പിന്നെ അവന്റെ കൂട്ടത്തിൽ നിൽക്കാമെന്നും എല്ലാം പറഞ്ഞു. അന്നേരം ഇപ്പൊ ഈ പന്നിയും പട്ടിയുമായിട്ട് എങ്ങനെയാണ് നിഷാദെ ഒരു പെണ്ണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട കുട്ടി ഉണ്ടാകുന്നത്? അതൊന്ന് പറഞ്ഞു നിഷാദ്. ഫത്തുക്കുൽമുവിൻ കേട്ടോ, ഇസ്ലാം നിയമസംഹിത പേജ് 75 അതങ്ങനെ സാക്ഷി തന്നെയാ പറയുന്നത്, എല്ലാം സാക്ഷി. ഒരു മിനിറ്റ് സ്ത്രീയും തമ്മിൽ ബന്ധപ്പെടുന്നു, ഒരു കുട്ടി ഉണ്ടാകുന്നു, ആ കുട്ടിയുടെ പിതാവ് ഈ സ്ത്രീകളിൽ ആരാണെന്ന് ചോദിച്ച പോലെയാണ് സെബാസ്റ്റ്യൻ എന്നോട് ചോദിക്കുന്നത്. ഖുർആനും അങ്ങനത്തെ ചോദ്യം നിങ്ങളുടെ മതത്തിൽ ചോദിക്കാമല്ലോ. ഒരു മനുഷ്യ സ്ത്രീയും ഒരു പന്നിയുമായിട്ട് ഒരു പട്ടിയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ആ പട്ടിക്ക് ഇമാമത്ത് നിൽക്കാമെന്ന് നിങ്ങളുടെ ഗ്രന്ഥത്തിൽ ഫതഹുൽ മുഈനത്ത് എഴുതി വെച്ചിട്ട് എന്റെ കയ്യിൽ ഞാൻ എടുത്ത് കാണിച്ചു. ഞാൻ പലപ്പോഴും കാണിച്ചിട്ടുള്ള നിങ്ങളുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥമായ സുന്നികളുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥമായ എല്ലാ സുന്നി ദർസുകളിലും പഠിപ്പിക്കുന്ന ഫതഹുൽ മുഈനത്ത് കൃത്യമായിട്ട് പറയുന്നവരാണ് ഒരു പെണ്ണും പട്ടിയും ചേർന്ന് മനുഷ്യപ്പട്ടി ഉണ്ടാവുന്നത്. നിഷാദെ അങ്ങനെ ഉണ്ടാവുമോ നിഷാദെ? എന്നിട്ട് പറയുന്നില്ലേ ഉണ്ടാകാമോ? എന്റെ പൊന്ന് നിഷാദെ, നിഷാദ ഇപ്പോഴാണ് താങ്കളുടെ പേര് അന്വർത്ഥമായത്. നിഷാദൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കാട്ടാളൻ എന്നാണ് അർത്ഥം. ശരിക്കും ഇപ്പോഴാണ് താങ്കളുടെ പേര് നിഷാദ. മനുഷ്യനും പട്ടിയും കൂടെ ഇന്റർ സ്പീഷീസ് ബ്രീഡിങ്, അതായത് ടോട്ടലി ഡിഫറന്റ് ആയിട്ടുള്ള രണ്ട് സ്പീഷീസുകളിലെ ഒരു സ്പേം ഓവത്തിനേക്ക് പെനട്രേറ്റ് ചെയ്ത് കുട്ടി ഉണ്ടാകാൻ സാധ്യമല്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് വലിയ പ്രവാചകനാണല്ലോ. 1,24,000 പ്രവാചകന്മാരല്ലേ? ഏതെങ്കിലും ഒരു പ്രവാചകന്റെ അടുത്ത് അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഒരു ചരിത്രം ഒന്ന് പറ കേൾക്കട്ടെ. മനുഷ്യ സ്ത്രീയും പട്ടിയും കൂടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് മനുഷ്യ പട്ടി എന്ന കുഞ്ഞുണ്ടാവുന്ന മനുഷ്യനും പട്ടിയും മാത്രമല്ല, പട്ടിയും പന്നിയുമായിട്ടുള്ള പന്നി ഒഴിവാക്കല്ല. താങ്കൾക്ക് അല്ല, താങ്കൾ ഇസ്ലാം മതത്തിൽ ഏതെങ്കിലും അങ്ങനെ മനുഷ്യപ്പട്ടി ജനിച്ചിട്ടുണ്ടോ? ഇസ്ലാം മതത്തിൽ ഒരു മനുഷ്യപ്പട്ടി ജനിച്ചിട്ടുണ്ടോ? ഞാൻ പറയട്ടെ, ഈ ഫത്തുക്കുൽ മുബീൻ ഇസ്ലാം മതത്തിൽ മനുഷ്യപ്പട്ടി ജനിച്ചിട്ടുണ്ടോ ഇല്ലയോ? മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രത്തിൽ അതാണ് ഇസ്ലാമിന്റെ സർവാധിശായിത്വം, ഇസ്ലാമിന്റെ മനുഷ്യപ്പട്ടിനുണ്ടാക്കോ? മനുഷ്യപ്പട്ടി ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ സർവാധികാരിത്വം. കാര്യം പറയട്ടെ നിഷാദെ പ്ലീസ്. താങ്കളുടെ തല കൊണ്ടിട്ടുള്ള സി ഡി സ്കാൻ തകത്ത് തലച്ചോറ് തന്നെയാണോ നോക്ക്, സംശയമുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞു, നോ പ്രോബ്ലം. അപ്പൊ ഞാനേ
ഒരു മിനിറ്റ് അല്ല, ചർച്ച ചെയ്യാം. വിഷയത്തിലേക്ക് വരിക. നിഷാദ് പറഞ്ഞതിനകത്തൊരു മണ്ടത്തരമുണ്ട്. എന്താണെന്ന് കാണിച്ചു തരാം. നിഷാദ് പറഞ്ഞത് ഒരു സ്ത്രീയും തമ്മിൽ ബന്ധപ്പെട്ട കൊച്ചുങ്ങളുണ്ടാവുക. അപ്പൊ നമുക്ക് ഇനി നേരെ തഫ്സീറിലേക്ക് പോവാം. അതായത് അള്ളാഹുവിന്റെ ആണ് ഖുറാന്, മനുഷ്യൻ ഉണ്ടാക്കിയതാണ് തഫ്സീർ. ഇപ്പൊ താങ്കൾ വെച്ചിരിക്കുന്ന ഈ ഉപമയ്ക്കകത്ത് ഈ സ്ത്രീയും തമ്മിൽ കൊച്ചുങ്ങൾ ഉണ്ടാകത്തില്ലെന്ന് താങ്കൾ പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഇതിനകത്ത് ഈ സ്ത്രീകളുടെ പങ്ക് എന്താണ്? അള്ളാഹുവും മനുഷ്യനും ഏത് പാർട്ടിയിൽ വരും? താങ്കൾ പറഞ്ഞ ഉദാഹരണം തന്നെ നമുക്ക് എടുക്കാം. താങ്കൾ പറഞ്ഞ ഉദാഹരണം തന്നെ. എന്റെ സുഹൃത്തെ ഖുറാൻ ആരുടെയാണ്? ഖുറാൻ ആരുടെ? അള്ളാഹുവിന്റെ ആണല്ലോ. ഈ അള്ളാഹു ഖുറാനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഖുറാന്റെ വിശദീകരണം ആരുടെ ബാധ്യതയാ? മനുഷ്യരുടെ ബാധ്യതയാണോ അള്ളാഹുവിന്റെ ബാധ്യതയാണോ? മനുഷ്യന്റെ ബാധ്യതയാണ്. ഖുറാന്റെ വിശദീകരണം ആരുടെ ബാധ്യതയാ? മനുഷ്യന്റെ ബാധ്യത. ഇനി മാറ്റൂ. ഏത് മനുഷ്യനാ? ഏത് മനുഷ്യനാണെങ്കിലും മനുഷ്യന്റെ പ്രവാചകനാകുന്ന ആ പ്രവാചകൻ പറയട്ടെ, 23 വർഷത്തെ ജീവിതം കൊണ്ട് പ്രവാചകനാകുന്ന മനുഷ്യൻ വിശദീകരിച്ചു തന്നതാണ് ഖുർആൻ. അതിന്റെ വിശദീകരണം കൊടുക്കലേ. ആ പ്രവാചകന്റെ മരണശേഷം അതിന്റെ വിശദീകരണം കൊടുക്കാൻ വേറെ പ്രവാചകന്മാർ ആരെങ്കിലും ജനിച്ചിട്ടുണ്ടോ? അന്ത്യപ്രവാചകനാണോ മുഹമ്മദ്? അതിനെന്താ, പ്രവാചകന്റെ ഹദീസിലൂടെ ലഭ്യമല്ലേ? ആ ഹദീസിന്റെ ആരെങ്കിലും ചോദിച്ചത്? മനുഷ്യരായ മുഫസ്സിറുകൾക്ക് വ്യാഖ്യാനിക്കാൻ അവകാശമുണ്ടോ? ആരാണ് ഖുർആൻ ബഹളം വെക്കല്ലേ? ഖുർആൻ വ്യാഖ്യാനിക്കാനുള്ള അവകാശം ആർക്കാ? അള്ളാഹുവിനാണോ മനുഷ്യർക്കാണോ? നിഷാദെ 4-5 ചോദ്യങ്ങൾ തന്നോട് ചോദിച്ചു. താങ്കൾ ഒന്നിനും മറുപടി പറയാതെ അടുത്തടുത്ത എന്റെ പൊന്നു സുഹൃത്തെ, ഖുർആൻ വ്യാഖ്യാനിക്കാനുള്ള അവകാശം ആർക്കാണ്? ഞാൻ പറയുന്ന മറുപടി കേൾക്കൂ. 23 വർഷക്കാലത്തെ പ്രവാചകന്റെ ജീവിതത്തിലുള്ള ആ സമാഹാരമാണ്. അതല്ല ചോദിച്ചത്. ഖുർആൻ വ്യാഖ്യാനിക്കാനുള്ള അവകാശം, ഖുർആൻ വ്യാഖ്യാനിക്കാനുള്ള ബാധ്യത ആർക്കാണ്? മനുഷ്യനാണോ അള്ളാഹുവിനാണോ എന്നാ ചോദിച്ചത്. എന്റെ പൊന്നു സുഹൃത്ത്, താങ്കൾ ഇടക്ക് കയറല്ലേ? ഞാൻ പറഞ്ഞു തീരട്ടെ. അതിനെങ്കിലും വേണ്ട ഒറ്റ വാക്കിൽ ഉത്തരം പറയൂ. അതിനെങ്കിലും ഒരു അതെ, ഖുർആൻ വ്യാഖ്യാനം ചെയ്യുന്നത് പ്രവാചകനാണ്, അള്ളാഹുവിൽ നിന്നുള്ള വഹ്യ് മുഖാന്തിരം. അല്ലല്ല, ഈ പറഞ്ഞ ഖുർആൻ വ്യാഖ്യാനിക്കുന്ന പ്രവാചകനാണോ ഈ പറയുന്ന അള്ളാഹു ആണോ എന്ന് വെച്ചാൽ, അല്ലാതെ ഖുർആൻ വ്യാഖ്യാനിക്കാനുള്ള ബാധ്യത ആർക്കാണ്? അള്ളാഹുവിനാണോ പ്രവാചകനാണോ? മനുഷ്യർക്കാണോ അള്ളാഹുവിനാണോ? എന്റെ പൊന്നു സുഹൃത്ത്, അതല്ലേ പറഞ്ഞത്. ഖുർആൻ അത് അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശമാണ്. ആ ഖുർആനിക വ്യാഖ്യാനമാണ് പ്രവാചകൻ ഹദീസായിട്ട് സഹാബത്തിനെ, അനുചര വൃന്ദത്തെ പഠിപ്പിച്ചത്. അതാണ് ഹദീസ് സമാഹാരം. അല്ല, തഫ്സീറിന്റെ ആവശ്യം എന്താ? തഫ്സീർ എന്തിനുള്ള? തഫ്സീറിന്റെ ആവശ്യം അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഖുർആൻ ഉണ്ട്, ഖുർആൻ വ്യാഖ്യാനിക്കാൻ വേണ്ടി മുഹമ്മദ് ഹദീസ് ഇറക്കി. അപ്പൊ ഇനി തഫ്സീർ എന്തിനാ? ഹദീസ് വ്യാഖ്യാനിക്കാനോ? അതെ ഹദീസ് വ്യാഖ്യാനിക്കാനാണ്. അതെ, അപ്പൊ തഫ്സീർ ഖുർആന്റെ വ്യാഖ്യാനം അല്ലല്ലോ. അപ്പൊ തഫ്സീർ ഖുർആന്റെ വ്യാഖ്യാനം അല്ല, ഹദീസിന്റെ വ്യാഖ്യാനമാണ് അല്ലേ? തഫ്സീർ ഖുർആന്റെ വ്യാഖ്യാനമാണ്, ഹദീസിന്റെയും വ്യാഖ്യാനമാണ്. അതെങ്ങനെ? ഖുർആന്റെ വ്യാഖ്യാനം അള്ളാഹുവിന്റെ ചുമതലയല്ലേ? പിന്നെ ഈ പറയുന്ന മനുഷ്യരെങ്ങനെ ഖുർആൻ വ്യാഖ്യാനിക്കാൻ പറ്റുന്നത്? ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് വിശദീകരിക്കുന്നത്. നിങ്ങൾ ഒരു തഫ്സീർ എടുക്കൂ. ഹദീസും ഖുർആനും പോരെ, പിന്നെന്തിനാ തഫ്സീർ? എന്തിനാ? നേരിട്ട് എങ്ങനെയാണ്? അങ്ങനെ അവര് പ്രവാചകന്മാരാവണ്ടേ? മുഫസ്സിറുകളൊക്കെ പ്രവാചകന്മാരല്ലല്ലോ. അല്ല, അതന്നല്ലേ ചോദിക്കണേ. അപ്പൊ ഈ ബാധ്യത ഇത് ഖുർആൻ വ്യാഖ്യാനിക്കാനുള്ള ബാധ്യത മുഫസ്സിറുകൾക്കാണോ, മുഹമ്മദിനാണോ, അള്ളാഹുവിനാണോ? പ്രവാചകനാണ്. എന്നാ ഖുർആൻ 75-ാമത്തെ സൂറ, അതിന്റെ 17 മുതലുള്ള ആയത്തുകൾ, ഖുർആനിലെ 75-ാമത്തെ സൂറ അതിന്റെ 17 മുതലുള്ള ആയത്തുകൾ വായിക്കുക. തീർച്ചയായും അതിന്റെ, അതായത് ഖുർആന്റെ സമാഹരണവും ക്രോഡീകരണവും അതിന്റെ ഓതിത്തരലും നമ്മുടെ ബാധ്യതയാകുന്നു. അങ്ങനെ അത് ഓതിത്തന്നാൽ ആ ഓത്ത് നീ പിന്തുടരുക, പിന്നീട് അത് വിവരിച്ചു തരലും നമ്മുടെ ബാധ്യതയാകുന്നു. ഓക്കെ, അത് വിവരിച്ചു തരലും നമ്മുടെ ബാധ്യതയാണ്. അപ്പൊ ഖുർആൻ തഫ്സീർ ഇറക്കാൻ ബാധ്യതയുള്ള ഒരേ ഒരാളാണ് അള്ളാഹു. അള്ളാഹു ഈ പറയുന്ന ഖുർആന് പുറമെ ഖുർആൻ തഫ്സീർ ഏതെങ്കിലും ഇറക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറയും. ഏത് പ്രവാചകൻ വഴിയാണ് ഖുർആന്റെ തഫ്സീർ ഇറക്കിയത്? എന്ത് പൊട്ടത്തിലോ ചോദിക്കുന്നത്. എന്റെ പൊന്നു സഹോദര, അതല്ലേ പറഞ്ഞത്. പ്രവാചകനിലൂടെ അള്ളാഹു സത്യസന്ദേശം വഹ്യ് മുഖാന്തരം ജനതകളിലേക്ക്, സമൂഹത്തിലേക്ക് എത്തിക്കുന്നു. അപ്പൊ അള്ളാഹു ആണ്. അതാണോ ഖുർആൻ? അതാണ് ഖുർആൻ. ഓഫ് കോഴ്സ്.
അപ്പൊ ആ ഖുർആൻ അള്ളാഹു ഇറക്കി. അതിന്റെ വിവരണം ആരുടെ ബാധ്യതയാണ്? മുഹമ്മദിന്റെ ബാധ്യതയാണോ, മുഫസ്സറിങ്ങളുടെ ബാധ്യതയാണോ, അള്ളാഹുവിന്റെ ബാധ്യതയാണോ? ഓഫ് കോഴ്സ് അത് ആദ്യം വിശദീകരിച്ചു കൊടുക്കുന്നത് അള്ളാഹുവിൽ നിന്ന് തന്നെയാണ്. എന്നിട്ട് ആദ്യം ജനങ്ങളിലേക്ക് വിശദീകരിച്ചു കൊടുക്കുന്നതാണ് പ്രവാചകൻ. എന്റെ പൊന്നു സഹോദര, മുഹമ്മദ് എഴുതിയ തഫ്സീർ ഏതാ? തഫ്സീറാ മുഹമ്മദ് എഴുതിയ? ഹദീസുകൾ എന്ന് പറയും. ഹദീസുകളെല്ലാം ഖുർആന്റെ തഫ്സീറാണോ ഹദീസ്? അതെ. അപ്പിയിട്ട് കഴിഞ്ഞാൽ 3 കല്ല് വെച്ച് കൊടുക്കണമെന്ന് ഹദീസിനകത്തുണ്ട്. അത് ഖുർആന്റെ വിശദീകരണം. ഏതായത്തിന്റെ വിശദീകരണം അത്? അപ്പിയിട്ട് കഴിഞ്ഞാൽ 3 കല്ല് വെച്ച് നിങ്ങൾ തുടക്കണമെന്ന് ശുദ്ധി ചെയ്യണമെന്ന് പറയുന്ന ഹദീസിന്. അത് ഏത് ഖുർആൻ ആയത്തിന്റെ തഫ്സീറാ? അപ്പിയിട്ട് 3 തവണ തുടക്കണമെന്നോ കല്ലുകൊണ്ട്? അല്ല, 3 കല്ല് ഉപയോഗിച്ച് വേണം നിങ്ങൾ ശുദ്ധി ചെയ്യാനെന്ന് പറയുന്ന മുഹമ്മദ് പറഞ്ഞ ആയിഷ നിവേദനം ചെയ്ത്. അപ്പിയിടുമ്പോ തുടക്കണം ഏത് അവസരത്തിൽ? അപ്പിയിടുമ്പോഴാണ് കല്ല് ഉപയോഗിച്ച് തുടക്കുന്നത്. അല്ല പിന്നെ ഏത് അവസരത്തിൽ? കല്ലുകൊണ്ട് തുടക്കേണ്ടത് എപ്പോൾ? കല്ലുകൊണ്ട് തുടക്കണ്ടേ അപ്പിയിട്ട് കഴിഞ്ഞിട്ട്, അല്ല പിന്നെ വെള്ളമില്ലാത്തപ്പോൾ അല്ലേ? വെള്ളം ഉള്ളപ്പോഴാണ് ഇല്ലാത്തപ്പോഴാണ്. അപ്പിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ 3 കല്ലുകൊണ്ട് ശുദ്ധി ചെയ്യുക. ഇത് ഏത്? അങ്ങനെ നിയമമില്ല, അങ്ങനെയല്ല നിയമം. അതെ, നിയമമുണ്ടോ? ഹദീസ് ഉണ്ടോ? ഹലോ, അങ്ങനെയല്ല. ഹദീസില് 3 കല്ലുകൊണ്ട് അപ്പിയിട്ട് കഴിഞ്ഞാൽ 3 കല്ലുകൊണ്ട് ശുദ്ധി ചെയ്യാൻ മുഹമ്മദ് പറയുന്നുണ്ട്. അത് ഏത് ആയത്തിന്റെ തഫ്സീറാണെന്നാണ് ചോദിച്ചത്. ഒരു മിനിറ്റ്. 3 കല്ലുകൊണ്ട് തുടക്കാൻ അല്ല പറഞ്ഞിട്ടുള്ളത്, വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വെള്ളമില്ലാതെ വരുമ്പോഴാണ് വെള്ളമില്ലാതെ അത് വേറെ സ്ഥലത്ത് അത് ഉളു ചെയ്യുന്നത്. വെള്ളമില്ലെങ്കിൽ നിങ്ങൾ മണ്ണ് വെച്ച് വേണമെങ്കിലും കഴുകാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വേറെ. ഒരു മിനിറ്റ്. താങ്കൾ ഈ വിഷയത്തിൽ താങ്കൾ തികച്ചും അജ്ഞനാണ്. മനസ്സിലായി. അല്ല മനുഷ്യപ്പട്ടി ഉണ്ടായത് പിന്നെ വലിയ സർവജ്ഞനായതുകൊണ്ടായിരിക്കും അല്ലേ? ഞങ്ങളൊന്നും കല്ലുകൊണ്ടല്ല. അത് മനുഷ്യപ്പട്ടിയുടെ വിഷയേ നിങ്ങൾ ഇടയ്ക്ക് ഒരു പറയല്ലേ, ഞങ്ങളൊന്നും കല്ലുകൊണ്ടല്ല മനോഹരം ചെയ്യുന്നത്, അല്ലെങ്കിൽ മലമൂത്ര വിസർജനം ചെയ്ത് കല്ലുകൊണ്ടല്ല. ബഹളം വെക്കല്ലേ. അപ്പൊ മുഹമ്മദ് പറഞ്ഞ ഖുറാന്റെ വ്യാഖ്യാനം എന്താ താങ്കൾ അംഗീകരിക്കാതെ? സെബാസ്റ്റ്യൻ പുന്നക്കല് ബൈബിൾ അനുസരിച്ച് എന്ത് ചെയ്യും? വെള്ളമില്ല, എങ്ങനെ ശുദ്ധീകരിക്കും? അതല്ല ചോദിച്ചത്. മുഹമ്മദ് പറഞ്ഞ ഖുറാന്റെ തഫ്സീർ താങ്കൾ എന്ത്? ഖുറാനും തഫ്സീറും പറയുമ്പോൾ ഉത്തരം മുട്ടുമ്പോ ബൈബിളിലെ സമ്മതിച്ചിട്ടില്ലേ? അപ്പൊ പിന്നെ ഉത്തരം മുട്ടിട്ട് കൊടുക്കുക. ഓറല്ലേ? കക്കൂസി പോകുമ്പോ കല്ല് വെച്ച് എഴുതുന്ന കാര്യത്തിന് ബൈബിളിലെ ഉത്തരം അത് കക്കൂസി പോകുമ്പോ കല്ല് വെച്ച് എഴുതുന്ന കാര്യത്തിന് ബൈബിളിലുള്ള ഉത്തരം നിഷാദെ ഇവിടെ ഓടാൻ ഒരു രക്ഷയുമില്ല. ഓക്കെ, കക്കൂസി കഴിയുടെ കാര്യം പറഞ്ഞ ഗ്രന്ഥമല്ല. അതെ, കക്കൂസി പോയിട്ട് കഴിയുടെ കാര്യം പറഞ്ഞ ഗ്രന്ഥമല്ല, കക്കൂസ് പുസ്തകമല്ല ബൈബിൾ.